സോ ഗൈസ്, എന്താണ് E20 പെട്രോൾ? നോർമൽ പെട്രോളിൽ 20% എത്തനോൾ ചേർക്കുന്നതാണ് E20 പെട്രോൾ. E20 പെട്രോൾ യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് പല പല കാർബറേറ്റേഴ്സും പലരും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്നാൽ E20 പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ നടക്കണ എന്താ, അവിടെ എഫിഷ്യൻസി ഡ്രോപ്പ് അല്ലേ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1 ലിറ്ററിന് 60 കിലോമീറ്റർ ഓടുന്ന ഒരു ബൈക്കാണെങ്കിൽ ആ ബൈക്കിൽ ആ 60 കിലോമീറ്റർ എന്നുള്ളത് ഡ്രോപ്പായി ചിലപ്പോൾ അതൊരു 54 ആവും. അതാണ് എഫിഷ്യൻസി ഡ്രോപ്പാണ് അവിടെ സംഭവിക്കുന്നത്. E85 പെട്രോൾ ഫ്ലെക്സിബിൾ വണ്ടികളിൽ ഓടുള്ളൂ എന്ന് അവകാശവാദമുണ്ട്. എന്താണ് E85% ഓഫ് എത്തനോൾ? സോ അവിടെ എന്താ, എഫിഷ്യൻസി ഡ്രോപ്പ് E20നേക്കാളും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നോർമൽ വണ്ടികളിൽ ഓടില്ല. ബട്ട് എങ്ങനെ ഓടും? ഐഡിയ ഉണ്ട്. ഈ വണ്ടിയിൽ അകത്തിരിക്കുന്ന കാർബറേറ്ററിന്റെ പ്രത്യേകത എന്താ, എയർ ഫ്യൂവൽ മിക്സിംഗ് റേഷ്യോ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കാർബറേറ്ററാണ്. ഈ പറയുന്ന E20 ആയിക്കോട്ടെ E85 ആയിക്കോട്ടെ, ആ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫ്യൂവലിൽ ഓടാനായിട്ട് ആ ഒരു കാർബറേറ്ററിൽ ഫ്യൂവൽ ട്യൂൺ ചെയ്താൽ മതി. എബൌട്ട് ഐ തിങ്ക് റിച്ച് ഫ്യൂവലിലായിരിക്കുള്ളൂ. ഈ 85 പെട്രോളൊക്കെ ബേൺ ആവണമെങ്കിൽ റിച്ച് ഫ്യൂവൽ മിക്സ്ചർ ഇടേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ പെട്രോൾ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് 1:8. അഥവാ ഇപ്പോൾ ഒരു വണ്ടിയിൽ വെച്ച് കാർബറേറ്റർ ട്യൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പീക്ക് പോയിന്റ് എപ്പോഴാണ് RPM മാക്സിമത്തിൽ എത്തുന്നത്, ആ ഒരു പോയിന്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോഴായിരിക്കും മാക്സിമം മൈലേജും മാക്സിമം എഫിഷ്യൻസിയും വണ്ടിക്ക് ഉണ്ടാവുന്നത്. ഈ E20 അല്ലെങ്കിൽ E85 പെട്രോൾ ഒഴിക്കുമ്പോൾ മൈലേജ് ഡ്രോപ്പ്, അങ്ങനെ എഫിഷ്യൻസി ഡ്രോപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പം നിലവിൽ E85 വണ്ടിക്ക് ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. സോ വാട്ട്, ആ കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്താൽ പോരെ. ഇപ്പോൾ 1.5 കിടക്കുന്ന ഒരു കാർബറേറ്റർ, ഈ ഫ്യൂവൽ സ്ക്രൂ അല്ലെങ്കിൽ എയർ സ്ക്രൂ പോട്ടെ, എയർ സ്ക്രൂ 1.5 കിടക്കുന്ന ഒരു കാർബറേറ്ററിൽ ആ എയർ സ്ക്രൂവിനെ മിക്കവാറും 1നും 1.5നും ഇടയ്ക്ക്, അല്ലെങ്കിൽ ആ 1 ആ ഒരു റേഞ്ചിലേക്ക് കുറയുകയും ചെയ്യണത്. അപ്പോൾ ഫ്യൂവലിൻ്റെ അളവ് കൂടുകയും എയറിൻ്റെ അളവ് കുറയും. ആ സമയത്ത് എന്താ, ഓടത്തില്ലേ? ഓടും. പിന്നെ മൈലേജ്, ഈ 85 പെട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണേലും ഇപ്പം കിട്ടുന്ന മൈലേജിൻ്റെ പാതിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.